ഹലോ ഫ്രണ്ട്സ്, PSC കോഡ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മലയാളത്തിൻ്റെ മോക്ക് ടെസ്റ്റ് വീഡിയോ തന്നെയാണ് ചെയ്യുന്നത്. എല്ലാം പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. കൂടുതലും മലയാളത്തിലൊക്കെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ് വരുന്നത് PSCക്ക്, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ മലയാളത്തിൻ്റെ ഇംഗ്ലീഷിൻ്റെയൊക്കെ മോക്ക് ടെസ്റ്റ് വീഡിയോ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പ്ലേലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. അപ്പോൾ വരുന്ന എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ തീർച്ചയായിട്ടും ആ വീഡിയോസൊക്കെ കണ്ടുപോകാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ചിറ്റിമ്പം വിപരീത പദം എഴുതുക. ചിറ്റിമ്പം എന്നതിൻ്റെ വിപരീത പദം. ഓപ്ഷൻ എ ചിറ്റാഴ, ഓപ്ഷൻ ബി കളിയിമ്പം, ഓപ്ഷൻ സി പേശിമ്പം, ഓപ്ഷൻ ഡി പേരിമ്പം. ചിറ്റിമ്പം എന്നതിൻ്റെ വിപരീത പദം. അപ്പോൾ ചിറ്റിമ്പം എന്നതിൻ്റെ അർത്ഥം ചെറുതായ എന്നൊരു മീനിങ് ആണ് കേട്ടോ. ചിറ്റിമ്പം ചെറുതായ. അപ്പം വലിയ എന്നൊരു മീനിങ് വരുന്ന ഏതാണ്? പേരിമ്പം കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ, പേരിമ്പം. ചിറ്റിമ്പം എന്നതിൻ്റെ വിപരീത പദം പേരിമ്പം. ചിറ്റിമ്പം എന്നതിൻ്റെ അർത്ഥം ചെറുതായ, പേരിമ്പം എന്നതിൻ്റെ അർത്ഥം വലിയ. അടുത്ത ചോദ്യം, ശരിയായ പദം ഏതാണ്? ഇപ്പോൾ കവയിത്രി എന്നൊരു പേരാണ് തന്നിരിക്കുന്നത്, കവയിത്രി എന്ന വാക്ക്. അപ്പോൾ അത് ശരിയായിട്ടുള്ളത് ഏതാണ്? വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരുപാട് എക്സാമുകളിൽ ചോദിച്ച് കണ്ടിട്ടുള്ളൊരു വാക്കാണ് ഈ കവയിത്രി എന്നുള്ളത്. PSC തന്നെ മടുത്ത ഒരു വാക്കായിരിക്കും ഇത്. ചോദിച്ച് മടുത്തിട്ടുള്ളൊരു വാക്കായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ, കവയിത്രി. കവയിത്രി കേട്ടോ. കവി എന്ന് വരൂല, കവയിത്രി. ഓക്കെ, പലരും ഈ വാക്ക് അധികം കൺഫ്യൂഷനുള്ള ഒരു വാക്കാണ് പലർക്കും. അപ്പോൾ ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളൊരു വാക്കാണ്. വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കുക. അടുത്ത ചോദ്യം, നവോത്ഥാനം പിരിച്ചെഴുതിയാൽ എങ്ങനെ എഴുതാം? ഓപ്ഷൻ എ നവ പ്ലസ് ഉത്ഥാനം, ഓപ്ഷൻ ബി നവോ പ്ലസ് ഉത്ഥാനം, ഓപ്ഷൻ സി നവം പ്ലസ് ഉത്ഥാനം, ഓപ്ഷൻ ഡി നവ പ്ലസ് ഉത്ഥാനം. ഓപ്ഷൻസ് കണ്ടല്ലോ, ഏതായിരിക്കും ആൻസർ? നവോത്ഥാനം പിരിച്ചെഴുതിയാൽ ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ, നവ പ്ലസ് ഉത്ഥാനം. പലരും ഓപ്ഷൻ ഡിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. ഓപ്ഷൻ ഡിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഓപ്ഷൻ ഡി തെറ്റാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ, നവ പ്ലസ് ഉത്ഥാനം, നവോത്ഥാനം. അടുത്ത ചോദ്യം, വാരി പര്യായ പദമായി വരുന്ന വാക്ക് ഏതാണ്? ഇപ്പോൾ വാരി എന്ന അർത്ഥം വരുന്ന വാക്കാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ സമുദ്രം, ഓപ്ഷൻ ബി തിരമാല, ഓപ്ഷൻ സി വേലി, ഓപ്ഷൻ ഡി ജല. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ജലം എന്നൊരു മീനിങ് ഉണ്ട്, അതുപോലെ സമുദ്രം എന്നൊരു മീനിങ്ങും പലരും കണ്ടുവരുന്നുണ്ട് കേട്ടോ. സമുദ്രം എന്നൊരു മീനിങ്ങും ഉണ്ട്. പക്ഷേ അന്ന് ആൻസറായിട്ട് കൊടുത്തിട്ടുള്ളത്, PSC ആൻസറായിട്ട് കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്, ജല. വാരി എന്നതിൻ്റെ പര്യായ പദമായി വരുന്ന വാക്ക് ഓപ്ഷൻ ഡി ജലമാണ്. സമുദ്രവും കറക്റ്റാണ് കേട്ടോ. വാരി എന്നതിന് സമുദ്രം എന്നൊരു മീനിങ്ങും ഉണ്ട്. അപ്പോൾ രണ്ടും കൂടി വന്നാൽ ജലം എഴുതുക കേട്ടോ. ജലമാണ് PSC ആൻസറായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ടും ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത ചോദ്യം, ലിവിങ് ഡെത്ത് എന്ന ശൈലിയുടെ മലയാള വിവർത്തനം എന്താണ്? ലിവിങ് ഡെത്ത് എന്ന ശൈലിയുടെ മലയാള വിവർത്തനം. ഓപ്ഷൻ എ മരിച്ചു ജീവിക്കുക, ഓപ്ഷൻ ബി ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും, ഓപ്ഷൻ സി ജീവിച്ചു മരിക്കുക, ഓപ്ഷൻ ഡി ജീവിതവും മരണവും. ലിവിങ് ഡെത്ത് എന്ന ശൈലിയുടെ മലയാള വിവർത്തനം. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. ലിവിങ് ഡെത്ത് എന്ന ശൈലിയുടെ മലയാള വിവർത്തനം ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. അടുത്ത ചോദ്യം, കുളിക്കാതെ ഈറനൊടുക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്?
കുളിക്കാതെ ഈറനുടുക്കുക എന്ന ശൈലിയുടെ അർത്ഥം. ഓപ്ഷൻ എ വൃത്തിയില്ലാതെ നടക്കുക. ഓപ്ഷൻ ബി അമ്പലത്തിൽ പോകാതിരിക്കുക. ഓപ്ഷൻ സി കുറ്റം ചെയ്യാതെ പഴിയേൽക്കുക. ഓപ്ഷൻ ഡി കുളിക്കാതെ ശരീരം നനയ്ക്കുക. കുളിക്കാതെ ഈറനുടുക്കുക എന്ന ശൈലിയുടെ അർത്ഥം. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്, കുറ്റം ചെയ്യാതെ പഴിയേൽക്കുക കേട്ടോ. കുളിക്കാതെ ഈറനുടുക്കുക എന്ന ശൈലിയുടെ അർത്ഥം കുറ്റം ചെയ്യാതെ പഴിയേൽക്കുക. അപ്പോൾ ഈ ശൈലിയും ഒരുപാട് എക്സാമുകളിൽ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ശൈലിയാണ്. കുളിക്കാതെ ഈറനുടുക്കുക എന്ന ശൈലിയുടെ അർത്ഥം കുറ്റം ചെയ്യാതെ പഴിയേൽക്കുക. അടുത്ത ചോദ്യം, സ്ത്രീലിംഗ ശബ്ദം കണ്ടെത്തുക. ഇപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ സ്ത്രീലിംഗ ശബ്ദം കണ്ടെത്തണം. ഓപ്ഷൻ എ പിഷാരടി. ഓപ്ഷൻ ബി ഫവാൻ. ഓപ്ഷൻ സി മഹതി. ഓപ്ഷൻ ഡി ഹസ്തി. സ്ത്രീലിംഗ ശബ്ദം ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ, മഹതി. മഹാൻ എന്നതിൻ്റെ സ്ത്രീലിംഗമാണ് മഹതി. മഹാൻ പുല്ലിംഗം, മഹതി സ്ത്രീലിംഗം. ഇനി ഓപ്ഷൻ എ നോക്കി, പിഷാരടി. പിഷാരടി എന്ന് പറയുന്നത് പുല്ലിംഗമാണ്. പിഷാരസ്യർ ആണ് സ്ത്രീലിംഗം. അതുപോലെ ഓപ്ഷൻ ബി ഫവാൻ എന്നത് പുല്ലിംഗം, ഫവതി എന്നത് സ്ത്രീലിംഗം. അതുപോലെ ഓപ്ഷൻ ഡി ഹസ്തി എന്നത് പുല്ലിംഗം, ഹസ്തിനി എന്നത് സ്ത്രീലിംഗം. ഓക്കെ, ഇപ്പോൾ പിഷാരടി പുല്ലിംഗം, സ്ത്രീലിംഗം പിഷാരസ്യർ. ഫവാൻ പുല്ലിംഗം, ഫവതി സ്ത്രീലിംഗം. മഹാൻ പുല്ലിംഗം, മഹതി സ്ത്രീലിംഗം. ഹസ്തി പുല്ലിംഗം, ഹസ്തിനി സ്ത്രീലിംഗം. ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സ്ത്രീലിംഗ ശബ്ദമാണ്, അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ആൻസർ. മഹാൻ എന്ന പുല്ലിംഗത്തിൻ്റെ സ്ത്രീലിംഗമാണ് മഹതി. ഓക്കെ, ബാക്കിയെല്ലാം പുല്ലിംഗ ശബ്ദങ്ങളാണ്. അടുത്ത ചോദ്യം, ഗുരുവിൻ്റെ ഭാവം ഒറ്റപ്പദം എന്താണ്? ഗുരുവിൻ്റെ ഭാവം എന്നതിൻ്റെ ഒറ്റപ്പദം. ഓപ്ഷൻ എ ഗുരുത്വം. ഓപ്ഷൻ ബി ഗുരുകടാക്ഷം. ഓപ്ഷൻ സി ഗുരുതരം. ഓപ്ഷൻ ഡി ഗൗരവം. ഗുരുവിൻ്റെ ഭാവം ഒറ്റപ്പദം. ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഗൗരവം കേട്ടോ. ഗുരുവിൻ്റെ ഭാവം ഒറ്റപ്പദം ഗൗരവമാണ്. അപ്പോൾ ഗുരുവിന് എപ്പോഴും ഗൗരവമായിട്ടുള്ളൊരു ഭാവമാണെന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഗുരുവിൻ്റെ നമുക്ക് പഠിപ്പിച്ചിട്ടുള്ള ഗുരുവിനെയൊക്കെ നമുക്ക് ഓർക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഗുരുവിൻ്റെ ഭാവം എപ്പോഴും ഒരു ഗൗരവമാണെന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഗുരുവിൻ്റെ ഭാവം ഒറ്റപ്പദം ഗൗരവം. അടുത്ത ചോദ്യം, ജനകൻ എന്നതിൻ്റെ സമാന പദം കണ്ടെത്തുക. ജനകൻ എന്ന അർത്ഥം വരുന്ന പദം. ഓപ്ഷൻ എ പിതാവ്. ഓപ്ഷൻ ബി മകളുടെ ഭർത്താവ്. ഓപ്ഷൻ സി മകൻ. ഓപ്ഷൻ ഡി സഹോദരൻ. ജനകൻ എന്നതിന് സമാനമായ പദം. ഇതും ഒരുപാട് തവണ ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ, ജനകൻ എന്ന വാക്ക്. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്, പിതാവ്. ജനകൻ എന്നതിൻ്റെ അർത്ഥം പിതാവാണ്, അച്ഛൻ. ജനകൻ എന്നതിൻ്റെ അർത്ഥം അച്ഛൻ. ഓക്കെ, ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് ഈ വാക്ക്, ജനകൻ എന്നതിൻ്റെ അർത്ഥം പിതാവ്. അടുത്ത ചോദ്യം, കല്യാണപ്പന്തൽ വിഗ്രഹിച്ചെഴുതുക. ഇപ്പോൾ കല്യാണപ്പന്തൽ എന്ന വാക്ക് വിഗ്രഹിച്ചെഴുതിയാൽ എങ്ങനെ എഴുതാം? ഓപ്ഷൻ എ കല്യാണത്തിൻ്റെ പന്തൽ. ഓപ്ഷൻ ബി കല്യാണത്തിനുള്ള പന്തൽ. ഓപ്ഷൻ സി കല്യാണമായ പന്തൽ. ഓപ്ഷൻ ഡി കല്യാണത്താൽ പന്തൽ. കല്യാണപ്പന്തൽ എന്ന വാക്ക് വിഗ്രഹിച്ചെഴുതിയാൽ എങ്ങനെ എഴുതാം? ഓപ്ഷൻ ബി ആണ് കേട്ടോ ആൻസർ. ഓപ്ഷൻ ബി ആണ്, കല്യാണത്തിനുള്ള പന്തലാണ്. കല്യാണപ്പന്തൽ എന്ന വാക്ക് വിഗ്രഹിച്ചെഴുതിയാൽ കല്യാണത്തിനുള്ള പന്തൽ എന്നതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. കല്യാണപ്പന്തൽ, കല്യാണത്തിനുള്ള പന്തൽ. ഓക്കെ, അപ്പോൾ ഈ 10 ക്വസ്റ്റ്യനാണ് ഇന്ന് നമ്മൾ നോക്കിയത്. ഈ 10 പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് കേട്ടോ, മുഴുവനും പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരുപാട് മലയാളത്തിൻ്റെ ഇംഗ്ലീഷിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം വീഡിയോയുടെ ആദ്യ തുടക്കം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പ്ലേലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊക്കെ കണ്ടു നോക്കുക. ഓക്കെ, ഇപ്പോൾ വീഡിയോ പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.